ശ്രീ സജി ചെറിയാൻ, താങ്കൾ വെറും ഒരു MLA അല്ല, മന്ത്രിയാണ്. അതും സിനിമാ സാംസ്കാരിക മന്ത്രി. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ LDF സർക്കാർ തന്നെ നിയോഗിച്ച ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആ റിപ്പോർട്ട് താങ്കൾ കണ്ടില്ലെങ്കിൽ വിനയത്തോടെ പറയട്ടെ, മന്ത്രിയായി തുടരാൻ താങ്കൾക്ക് ഒരു അർഹതയുമില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇനിയെങ്കിലും ഈ വിട്ടിത്തരം വിളമ്പരുത് പ്ലീസ്. ഇതിന് മറ്റൊരു വശമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ വാദം പച്ചക്കള്ളമല്ലേ? അദ്ദേഹത്തിന് മുമ്പ്, അതായത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തെ സാംസ്കാരിക മന്ത്രി AK ബാലനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. അദ്ദേഹവും ഈ റിപ്പോർട്ട് കണ്ടില്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരാണോ ജനങ്ങൾ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2019. അന്ന് ഒന്നാം പിണറായി സർക്കാരായിരുന്നു ഭരണം. സാംസ്കാരിക മന്ത്രി AK ബാലനും. സീൽ ചെയ്ത റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറിയത്. എന്നാൽ അതിലെ ഉള്ളടക്കം എന്താണെന്നോ ചൂഷണങ്ങൾ ഏത് വിധേനയാണെന്നോ ഒന്നും തന്നെ സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും അതൊന്നും കേട്ട ഭാവം പോലും സർക്കാർ നടിച്ചില്ല. റിപ്പോർട്ട് കിട്ടിയെന്നും അതേക്കുറിച്ച് പരിശോധിച്ചിട്ടില്ലെന്നുമായിരുന്നു അന്നത്തെ സാംസ്കാരിക മന്ത്രി AK ബാലന്റെ ന്യായീകരണം. രണ്ടാമതും കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തി. സജി ചെറിയാനാണ് സാംസ്കാരിക മന്ത്രി. അദ്ദേഹവും ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണെന്ന് കണ്ടിട്ടില്ലെന്നും ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ലെന്നുമാണ് പരസ്യമായി പറയുന്നത്. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി നിയമിച്ച ഒരു കമ്മിറ്റി നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരാണോ ഈ ജനങ്ങൾ? വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്നതെന്ന് ഹേമ കമ്മിറ്റി സർക്കാരിനെ അറിയിച്ചിരുന്നു. അതുമാത്രമല്ല, സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് ഉടനെ പുറത്തുവിടരുതെന്നും കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ തങ്ങളാരും റിപ്പോർട്ടിനെ കുറിച്ച് പരിശോധിച്ചിട്ടില്ലെന്ന് സർക്കാർ പറയുന്നത് പച്ചക്കള്ളമല്ലേ? കേരളത്തിലെ സിനിമാ മേഖലയിൽ പവർ ഗ്യാങ് ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് നടന്മാർക്കിടയിലും സംവിധായകർക്കിടയിലുമുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇത്രയും വൈകിയതിന് പിന്നിൽ ആ പവർ ഗ്യാങ്ങിൽ ഉൾപ്പെട്ട ഒരു സംവിധായകനാണെന്നാണ് കലാകൗമുദിക്ക് ലഭിച്ച വിവരം. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലനുമായി ഈ സംവിധായകൻ സംസാരിച്ചിരുന്നു. റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയതായാണ് വിവരം. എന്നാൽ ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിലെ പ്രമുഖരുടെ മുഖം മൂടി വലിച്ചു കീറുമെന്ന് മനസ്സിലാക്കിയ സംവിധായകൻ തൽക്കാലം ഇത് പുറത്തുവിടരുതെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിലും പെടുത്തി. ഇതോടെ സർക്കാർ ഈ റിപ്പോർട്ട് രഹസ്യമായി വച്ചു. അതിനിടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി നിരവധി പേർ വിവരാവകാശ നിയമപ്രകാരം സർക്കാരിന് അപേക്ഷ നൽകി. എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല. ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ വിഷയത്തിൽ ഇടപെടുകയും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് പുറം ലോകം കണ്ടത്.